ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ആ മഴയൊക്കെ എല്ലായിടത്തും നല്ല മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ്. വയനാട്ടിലത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഭയങ്കര മഴയും തണുപ്പും എല്ലാം. എൻ്റെ അമ്മ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ ഞാനിന്ന് വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 1-2 വീഡിയോ കണ്ടിരുന്നേ. കാരണം ഓരോ സ്ഥലത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ട് അവിടോട്ട് നമ്മുടെ ഭരണാധികാരികളാരും തിരിഞ്ഞു നോക്കുന്നില്ല, അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിനാരും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് 1-2 വീഡിയോ ഞാൻ കാണാനിടയായി കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഇതേ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ വെള്ളം കയറിയിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ നമ്മളോട് മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ കാരണം നമ്മൾ താമസിക്കുന്നതിനടുത്ത് ഒരു വലിയൊരു പുഴയാണ്. അപ്പോൾ ആ പുഴയിൽ നിന്ന് വെള്ളം ഇപ്പുറവശം പുഴ, അപ്പുറവശം പിന്നെ വയലുമാണ്. അപ്പോൾ ഈ പുഴയിൽ നിന്ന് ചെറിയൊരു ചാലിങ്ങനെ വയലിലേക്ക് പോകണം. അപ്പോൾ ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലിലേക്ക് ഫുള്ള് വെള്ളം അങ്ങോട്ട് കയറും. അപ്പോൾ വെള്ളം കയറുമ്പോഴത്തേക്ക് എന്താവും, നമ്മൾ താമസിക്കുന്ന അവിടോട്ടൊക്കെ വെള്ളം കയറുമായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് മാറാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം ക്യാമ്പിലൊക്കെ ഇഷ്ടംപോലെ ആളുകളായപ്പോൾ നമ്മളോട് എപ്പോഴും നമ്മളെ വിളിക്കുകയും അവർ നമ്മളെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെള്ളം കയറുവാണെങ്കിൽ നമ്മൾ മുറ്റമൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ ഒരുപാടാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മളോട് എപ്പോഴും വേണം വിളിക്കണം, നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര കെയറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ കണ്ടില്ലേ, ഓരോ ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾക്ക് വെട്ടമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ കാറ്റും മഴയത്ത് പാവപ്പെട്ടവരല്ലേ അങ്ങനെ പോയി നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു നിവൃത്തിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ പോയി നിൽക്കുമോ? അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഭരണം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അവർ ഫസ്റ്റ് തുടക്കം തന്നെ ഇവർ ഭയങ്കര ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു, ഇവരുടെ ഭരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ പഴയ ഭരണം തന്നെയായിരുന്നു ഒരിക്കലും നല്ല. കാരണം പാവങ്ങളോട് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കൊരു പണി, കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലമായാലും എന്തൊരു ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു പട്ടിണിയില്ലാതെ നമുക്കൊക്കെ ആയാലും ക്യാമ്പിൽ പോയി കിടക്കാതെ നമുക്ക് തന്നെ അതെന്ന് വെച്ചാൽ പണിയൊന്നുമില്ല കേട്ടോ. മഴയത്ത് ആയ കാരണം നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഇപ്പോഴത്തെ ഭരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ്, എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ കൊടിയത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കാരണം ചെറുപ്പത്തിലെ ഞങ്ങളെ പാർട്ടിയുടെ പരിപാടിക്ക് ഇതിനൊക്കെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ പാർട്ടീനോട് തന്നെ നമുക്ക് കാരണം ഇവരിങ്ങോട്ട് ഈ 10 വർഷം ഭരിച്ചിട്ടും നമ്മുടെ അവിടെ ഇപ്പം നമുക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ നമുക്കതായ കാര്യങ്ങളൊക്കെ നമുക്കെന്ന് ചെന്നാലും നമുക്ക് എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്ത് കിട്ടിയിട്ടും എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരിക്കലും ഈ ഇവർ ഭരിച്ചെന്നും പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയാനൊന്നും പോയില്ല. കാരണം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിലായിരുന്നു. ഇപ്പോൾ എനിക്കായാലും ഒരു വയ്യാത്തൊരു മോനുള്ളതാണ്. അപ്പോൾ അവൻ്റെ കാര്യത്തിനായാലും നമ്മളെന്തൊരു കാര്യത്തിന് നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മളോടെല്ലാവർക്കും നല്ലൊരു ഇതായിരുന്നു. കാരണം ഇങ്ങനെയുള്ളൊരു മോനുള്ളത് കാരണം കൊണ്ട്, വയ്യാത്തൊരു മോനുള്ളത് കാരണം കൊണ്ട് നമുക്ക് അവിടെ ചെന്നാൽ നമ്മൾ അവൻ്റെ ആവശ്യത്തിനായാലും എന്ത് കാര്യത്തിനൊക്കെ ചെന്നാൽ നമുക്കൊരു മുൻഗണന കിട്ടുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മൾ ഇവിടെ ചെന്നപ്പോഴത്തേക്കും അത് പിന്നെ നാളെ, കാരണം വയ്യാത്തൊരു കുട്ടീനെയായിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ന ആളില്ല, ഇവരൊപ്പിടണം. ഇപ്പോൾ ഒരു വയ്യാത്ത കുട്ടീനെ കൊണ്ട് നമ്മളൊരു ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. കാരണം അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിന്ന് അവിടെ നിൽക്കും, അങ്ങോട്ട് വിളിച്ചാൽ വിളിച്ചു ഡോക്ടറെ അടുത്ത് പോലും അങ്ങ് കയറി വരികയാത്തൊരു കുട്ടി. അപ്പോൾ നമ്മളതിൻ്റെയൊക്കെ ഒത്തിരി പോരായ്മകൾ കൊണ്ടൊക്കെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത്, നമ്മുടെ പിണറായി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളോ ഒരു പിന്തുണയോ ഒരു സഹായമോ എന്തും ഇനി നമ്മൾ ആരും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭരണം അങ്ങനെ, ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള
തന്ത്രപ്പാടിലാണ് ഇവർ. കാരണം ഇവർക്ക് പാവങ്ങളുടെ, കാരണം ഒരു പാവപ്പെട്ട ഒരാൾക്കാണ് ഒരു പാവങ്ങളുടെ വിഷമം എന്താണെന്നറിയാവുന്നത്. ഇവരങ്ങനെയുള്ള ഒരാൾക്കാരല്ല. ഇപ്പം വയനാട്ടിലെ പ്രദേശം തന്നെ ഞാൻ പറയുകയാണെ, നമ്മൾ പനമരം, മാനന്തവാടി, കൽപ്പറ്റ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പുഴയോരത്ത്, പുഴ എവിടെയാണോ അവിടെ നിൽക്കുന്ന അതിൻ്റെ ഓരത്ത് ഷെഡ് കെട്ടി താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യം വെച്ചാൽ ഈ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും പുഴ വെള്ളം നിറയും. പുഴ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ കഴിഞ്ഞ ദിവസം മരിച്ച നമ്മുടെ ചലച്ചിത്ര താരം സലീം കുമാറിന് എന്തിനയാൾക്ക് വേണ്ടിയിട്ട് പ്രതിമ ഉണ്ടാക്കണം? 1 കോടി രൂപയുടെ. ആ 1 കോടി രൂപയുണ്ടെങ്കിൽ എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം, എത്ര ആളുകളെ സഹായിക്കാം? ഇതിനൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. അവർക്ക് നല്ലത്, അല്ലെങ്കിൽ അവർക്ക് അതാണ് ഇതാണെന്ന് തോന്നുന്നവർക്ക് മാത്രമാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ പാവപ്പെട്ട എത്രയോ മനുഷ്യന്മാരുണ്ട്, വീടുമില്ല കൂടിയില്ല. എത്രയോ ആളുകൾ പിന്നെ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ജീവിക്കുന്ന ഒരുപാട് ആളുകളില്ലേ. അപ്പം ഞാൻ പറയാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓരോരോ പഞ്ചായത്തിൻ്റെ അവരുടേതായ വാർഡുകളിലുണ്ടാവുമല്ലോ പാവപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മൾ ഈ ഉള്ളവർക്ക് മാത്രം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കാതെ, നമ്മുടെ ഇപ്പോൾ തന്നെ ഒരു വീടിനായാലും ഒരു അപേക്ഷ കൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുക, എനിക്കൊരു വീടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പഞ്ചായത്തിൽ ചെന്ന് നോക്ക്. അപ്പോൾ അവിടെ നിന്നറിയാം നമ്മൾ അവിടുന്നുള്ള പ്രതികരണങ്ങൾ എന്താണെന്ന് നമുക്ക് അന്നേരം അറിയാം. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അത് ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ശുഭരാത്രി, എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം ഇപ്പം തന്നെ ഓരോരുത്തർ നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്ന ആളുകൾ നാളെ രാവിലെ നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അതേപോലെ തന്നെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതേപോലെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.